ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം എന്ന പേരിൽ ഇസ്രായേൽ യമനിലും കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നു. ആ കൂട്ടക്കുരുതിക്ക് തക്കതായ തിരിച്ചടി ഹൂത്തികളും കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചടിക്കുകയാണ് ഹൂത്തികൾ. ഹൂത്തി കേന്ദ്രത്തെ ലക്ഷ്യമാക്കി കനത്ത ബോംബിങ് നടത്തിയെന്നും ഹൂത്തികൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായെന്നും ഇസ്രായേൽ പറയുമ്പോൾ, ഇസ്രായേൽ ബോംബിങ് നടത്തിയത് സന എയർപോർട്ടിലാണ്. യമനിലെ സന എയർപോർട്ടിൽ 100-ലധികം യാത്രക്കാരുണ്ടായിരുന്ന യമനിലെ വിമാനത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ തലവൻ പോലും ഓടി രക്ഷപ്പെടുന്ന ദയനീയമായ കാഴ്ച ആക്രമണത്തിൽ കണ്ടു. നിരവധി സാധാരണ പൗരന്മാർക്ക്, യമനിലെ സാധാരണ പൗരന്മാർക്ക് പരിക്കേറ്റു. അതിന് തിരിച്ചടിയായി ബെൻഗുറിയയിൽ, ഇസ്രായേലിന്റെ ബെൻഗുറിയ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികളും ആക്രമണം നടത്തി. എയർപോർട്ടിന് നേർക്ക് ആക്രമണം നടത്തിയാൽ അതേപോലെ എയർപോർട്ടിന് നേർക്ക് ആക്രമണം നടത്തുക, ഇതാണ് ഇപ്പോൾ ഹൂത്തികളുടെ രീതി. ലബനോനിലും ഗസയിലും വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ ഇപ്പോൾ യമനിലും വംശഹത്യ തുടങ്ങിക്കഴിഞ്ഞു. യമനിൽ ഹൂത്തികളെ നശിപ്പിക്കാനെന്ന പേരിലാണ് വംശഹത്യ നടത്തുന്നത്. അതിന് ഉരുളയ്ക്ക് ഉപ്പേരിയായി ഹൂത്തികൾ മറുപടിയും കൊടുക്കുന്നു. ഹൂത്തികൾക്ക് മുമ്പിൽ ഇസ്രായേൽ ആകെ മൊത്തം അങ്കലാപ്പിലാണ്. അതിനിടയിൽ ചെങ്കടലിൽ ഡെൻമാർക്കിന്റെ കൊടിവെച്ച കപ്പൽ ഹൂത്തികൾ ആക്രമിച്ചു. ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ്, ഡെൻമാർക്കിന്റെ കൊടിവെച്ച് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത്. ആ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഹൂത്തികൾ വിളയാടുകയാണ് ഇസ്രായേലിന് നേർക്ക്. ഹൂത്തികളെ തകർക്കാൻ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിൽ ആക്രമണം നടത്തി. പല ഹൂത്തി താവളങ്ങളും തകർത്തതായും ഹൂത്തികളെ വധിച്ചു തള്ളിയതായും ഒക്കെ അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെട്ടെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഹൂത്തികൾ പിന്നീട് തെളിയിച്ചു. അമേരിക്കയുടെ അഭിമാന പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ ഹൂത്തികൾ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. അവിടെയും ഇസ്രായേൽ ചെയ്യുന്നത് സാധാരണക്കാരെ വധിക്കുന്ന രീതിയാണ്. യമനിലെ സാധാരണക്കാരെ വധിച്ചുകൊണ്ട് ഹൂത്തികൾക്കെതിരായ ആക്രമണം തങ്ങൾ നടത്തിയെന്ന് ഗീർവാണമടിക്കുന്നു ഇസ്രായേൽ. പക്ഷേ അടിക്ക് തിരിച്ചടി അത് കൃത്യമായി ഹൂത്തികൾ കൊടുക്കുന്നുണ്ട്. കൃത്യസമയത്ത് കൃത്യമായ തിരിച്ചടി തന്നെ ഹൂത്തികൾ കൊടുക്കുന്നുണ്ട്. സന എയർപോർട്ട് ഇസ്രായേൽ ആക്രമിച്ചെങ്കിൽ അതിന് തിരിച്ചടിയായി ബെൻഗുറിയ എയർപോർട്ട് ഹൂത്തികൾ ആക്രമിച്ചു. ബെൻഗുറിയ എയർപോർട്ടിന് എന്തൊക്കെ നാശനഷ്ടമുണ്ടായി എന്ന സംഭവം ഇസ്രായേൽ ഇതുവരയ്ക്കും പുറത്ത് വിട്ടിട്ടില്ല. അയൺഡോം തങ്ങളുടെ എയർപോർട്ടിലേക്ക് വന്ന ആക്രമണത്തെ അയൺഡോം തടഞ്ഞു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ബെൻഗുറിയ എയർപോർട്ടിലേക്ക് ഹൂത്തികളുടെ മിസൈൽ വർഷം തന്നെ ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഹൂത്തി കേന്ദ്രത്തെ ലക്ഷ്യമാക്കി ബോംബിംഗ് നടത്തുന്നു എന്ന് പറയുന്ന ഇസ്രായേൽ ബോംബിംഗ് നടത്തുന്നതെല്ലാം യമനിലെ സാധാരണക്കാരുടെ നെഞ്ചത്താണ്. അവരെന്ത് പിഴച്ചു? യുദ്ധം അവരുടെ നെഞ്ചത്തേക്ക് കൊണ്ടുവരാൻ അവരൊന്നും പിഴച്ചില്ല. സാധാരണക്കാരെ കൊല്ലാതെ യുദ്ധം എങ്ങനെ നടത്താമെന്ന് റഷ്യ ഉക്രൈനിൽ കാണിച്ചു തന്നു. പക്ഷേ ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ്. അവർ ഇങ്ങനെയാണ്. അവർ ക്രൂരതയെ പ്രവർത്തിക്കും.